ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയുടെ ആരംഭത്തിൽ ഇന്ന് ഫഹമിയുടെ കല്യാണമാണ്. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എന്നതിലുപരി നമ്മളൊരു ബാച്ച്മേറ്റ്സ് ആണ്. അതായത് വയർ ബേസ്ഡ് വർക്ക്ഷോപ്പിൽ, അതായത് ട്രെയിനിങ്ങിൽ നമ്മൾ 2 മാസത്തോളം ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചെങ്ങാതിയാണല്ലോ ഫഹമിത. അപ്പോൾ നമ്മൾ അതിന്റെ സന്തോഷത്തിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് പുള്ളിക്കാരി മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാം ചടപടേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഞങ്ങൾ കാണാൻ പറ്റി. കുറച്ച് സമയത്തേക്ക് നമ്മൾ വിശേഷം ചോദിക്കലും അവസ്ഥകളെ പറ്റി അറിയലും അങ്ങനെ വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങിലോട്ടാണ്. കാനൂത്ത് വന്നിട്ട് ഈവനിങ് 7:30 അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചായ കുടിക്കാനാണ്. അപ്പോൾ മെയിൻ പാർട്ടാണല്ലോ ചായ കുടി. വരൂ, നമുക്ക് ചായ കുടിക്കാം. ഇതാണ് മുട്ട തന്നെ അല്ലേ? മുട്ട, തപ്പളം, മുഞ്ചിയാണോ? അല്ല, വേറെ പളം, തപ്പളം, മുട്ടപ്പം, മുട്ട, പളം. ഇച്ചിരി ക്ലോസപ്പ് ആയിപ്പോയിട്ട് സാരില്ലല്ലോ. സുന്ന മാത്രം കാണല്ലേ? അല്ലേ മസ്കൂ തന്നെ കണ്ടല്ലേ? താ നോക്കിങ്ങേ. കണ്ടിട്ട് സാജി അല്ലേ ഡയലോഗ് മാറ്റി പോന്നാ. അടിപൊളിയായിട്ട് ഗിഫ്റ്റ് കൊടുക്കൽ ടാസ്കും ചായ കുടിക്കൽ ടാസ്കും കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മളെല്ലാവരും കുറേ നാളുകൾക്ക് ശേഷമാണ് ഒന്ന് റീജോയിനിങ് ആയിട്ടുള്ളത്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും വർത്താനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല്ലിനെന്ത് പറ്റി കാണേലേ? അങ്ങനെ നമ്മൾ യാത്രയപ്പാണ് മക്കളെ, യാത്രയപ്പ്. സാജി എന്നെയുണ്ടേ അത് കൊടുക്കണ്ട. ഏകദേശം ഈവനിങ് ഒരു 4-4:30 ടൈം ആയപ്പോൾ നമ്മളൊന്ന് റൈഡിന് വേണ്ടി പോയി.
ഫരിസ്ത ബാപ്പ ഇങ്ങനെ നോക്കി അങ്ങ് പോണ്ട. അലകം പോലത്തെ കാലാണ് കൈസ്. ഇത് ഏത് ഇത് ഇത് കോമ്പ് പോലത്തെ കാൽ. അങ്ങനെ അലകവും കോമ്പും കൂടി നടക്കുകയാണ്. ഇത് ഇങ്ങോട്ട്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതിനകത്തോട്ടല്ലടി, പുറത്തോട്ടടി. യെസ്, അന്ത ഒരു ബേലിക്കോ ഉണ്ടായിരുന്നു. ആ ബേലിക്കോത്തിലല്ല നമുക്ക് പോകേണ്ടത്. ഇങ്ങനെ ഒരു ബേലിക്കോ ഉണ്ട്. അന്ത ബേലിക്കോത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ സീരിയസ് ആയിട്ട് താങ്കളോട് എന്തെങ്കിലും പ്രോഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്ത് താങ്കൾ പറയും? കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഗെറ്റ് റെഡി വിത്ത് us ഇങ്ങനെയാണ് ലർഷി. ഇല്ല ഭയ്യ ചൊല്ലണം. അതിലല്ല ബാപ്പലപ്പ തന്നെ പിന്നെ വേണ്ടി അതേ പിന്നെ ഇപ്പൊ കേട്ടോണോ കേട്ടോ. അതിന് إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير فأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫഹ്മിയുടെ കല്യാണ വൈബാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഫഹ്മി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് പണികൾ കൂടി മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കൊയർ ടീംസിന്റെ കൂടെ ആയിരുന്നല്ലോ വന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ സ്കൂൾ മേറ്റ്സ് ആണല്ലോ. സോ ഇനി നമ്മുടെ കലാപരിപാടികൾ സ്കൂൾ മേറ്റ്സുമായിട്ടാണ്. എല്ലായിടത്തേക്കും സാജി വരും. ഇതാണ് നമ്മളെല്ലാവരും. ഓക്കെ, ആണിന്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അവരിപ്പോൾ ചായ കുടിക്കുന്ന സമയമാണ് ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെണ്ണിന്റെ വീട്ടുകാരെല്ലാരും കൂടിയിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാം. ഇതാണ് ഇന്നത്തെ ടാസ്ക്. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുടിക്കുക. ചെക്കൻ്റെ വീട്ടുകാർ വന്നതിന് ശേഷം അവരുടെ കൂടെയാണ് ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അവരുടെ കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മളിവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. എവിടേക്ക്? ചെക്കൻ്റെ വീട്ടിലേക്ക്. യെസ്, അങ്ങനെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയതിന് ശേഷം നമുക്കൊരു കസ്റ്റാർഡ് തന്നായിരുന്നു. അതൊക്കെ ഒന്ന് പാസ്സാക്കിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി ഒരു മുഹൂർത്തം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പെണ്ണിന് അവർ കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും ഗിഫ്റ്റായിട്ട്. അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇനിയുള്ളത്. അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ല. എല്ലാ ഫോട്ടോസും കാര്യങ്ങളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫഹ്മിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയായിരുന്നു കല്യാണം. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? നല്ല കസ്റ്റാർഡായിരുന്നു. നല്ല കസ്റ്റാർഡായിരുന്നു ഗൈസ്. ഇരുട്ടത്ത് ഞങ്ങൾ 3 പേര് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ഗൈസ്.